ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. എൻ്റെ ദൈവം പെട്ടെന്ന് എന്നോട് ചിരിച്ചോണ്ട് നിൽക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചിരിച്ചോ എന്നുള്ള വെപ്രാളത്തിൽ പറഞ്ഞത് തെറ്റിപ്പോയോന്ന് ഓർത്താ. ആ വീഡിയോ പിടിക്കുമ്പോൾ എപ്പോഴും അവർ പറയും ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നോക്കുക, നമ്മളെല്ലാ മനുഷ്യർക്കും അങ്ങനെയല്ലേ, ചിരിക്കുക ദൈവത്തിൻ്റെ ഒരു ദാനാട്ടോ. ശരിക്കും എങ്ങനെ ചിരി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വന്നതായിരിക്കണം. യേശപ്പ എനിക്ക് എപ്പോഴും ചിരിക്കാൻ സാധിക്കട്ടെ, ഹൃദയം തുറന്ന് ചിരിക്കാൻ സാധിക്കട്ടെ. യേശപ്പ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ആ ദൈവരാജ്യത്തിലാണ്. അപ്പം നമുക്കവിടെ എപ്പോഴും സമാധാനവും സന്തോഷമാണെങ്കിൽ എപ്പോഴും ചിരി വരും, സ്വസ്ഥത വരും. അതല്ലേലും ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, ഞാൻ ചിരിക്കാത്ത വീഡിയോയിൽ മോന്തയൊക്കെ കടന്നൽ കൊത്തിയ പോലെ ഭയങ്കര വൃത്തികേട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പം ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ഇത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വചനമായാലും നമ്മളത് കാര്യമായിട്ട് ഗ്രഹിക്കാഞ്ഞിട്ടാണോ, നമ്മളതിനെ പൂർണ്ണ അവസ്ഥയെ മനസ്സിലാക്കാഞ്ഞിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. 1 കൊരിന്ത്യർ 6:10 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ഒക്കെ നമ്മൾ ഇങ്ങനെ ഈ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നതല്ലാണ്ട് നമ്മളിത് വിശ്വസിക്കേണ്ട. പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ എത്ര രാജകീയമായാലും, നമ്മുടെ നാവിൽ നിന്ന് എത്ര മനോഹരമായ വാക്കുകൾ വന്നതിന്, നമ്മൾ എത്ര സൂക്ഷിച്ച് പെരുമാറിയതിനെ, ഓരോ കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ പാകത്തിന്. ആകയാൽ നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോയെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഞാനത് വിശ്വസിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. എൻ്റെ വിശുദ്ധ മന്ദിരമാണ്, യേശപ്പൻ വസിക്കുന്ന വിശുദ്ധ മന്ദിരം എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ഒരു അതിഥി, ഒരു സാധാരണ ആരെങ്കിലും വരുവാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പെട്ടെന്ന് അടിച്ചു വാരി സാധാ കിടക്കണേക്കാളും ഒരു വൃത്തിയാക്കൂലേ. അപ്പോൾ ഈ ലോകം സൃഷ്ടിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കാൻ വരുവാണ്. നമ്മൾ വിളിച്ചാൽ, എൻ്റെ അപ്പാ പിതാവേ എന്ന് വിളിച്ചാൽ വസിക്കാൻ ആ വാതിൽക്ക് നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അകത്തേട്ട് കടന്നു വരാൻ ഒരു വിളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാ പിതാവേ എന്ന് ഒറ്റ വിളിക്ക് കാത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അത്രയും ലോകം സൃഷ്ടിച്ചവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് വെടുപ്പാക്കി, ഒന്ന് വൃത്തിയാക്കി, അത് നമ്മളത് ശരിക്കും വിശ്വസിച്ച് അങ്ങനെയൊക്കെ ചെയ്യില്ലേ. നമ്മുടെ ക്യാരക്ടർ, ഈ വൃത്തിയായിട്ട ക്യാരക്ടർ ദൈവം അറിഞ്ഞാലോ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതല്ലേ നമ്മളറിയില്ലേ, വല്ല ആരെങ്കിലും വരുമ്പോൾ മുഷിഞ്ഞ് കിടക്കണം, മേശ പാത്രം കഴുകി അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നമ്മളും ഒന്ന് ശുദ്ധിയാകണം. കാരണം പരിശുദ്ധാത്മാവ് വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ്. നമ്മുടെ എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുക മക്കളെ എന്ന് വിളിച്ചാൽ സ്വർഗീയ പിതാവ്. അപ്പോൾ നമ്മുടെ അപ്പാ പിതാവേ എന്നുള്ള ഒറ്റ വിളിക്ക് വേണ്ടി കാത്തിരിക്കുക സ്വർഗം മുഴുവനും. നമ്മൾ ഇത്രയും വിലയേറിയതാണ് നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? എനിക്കതില്ല, ഇതില്ല, എനിക്ക് ആ ദുരിതം, ഈ കഷ്ടപ്പാട്, ഈ പൊറുകോർക്കലല്ലാണ്ട് നമ്മൾ വിലയേറിയത് മാന്യനുമായി കണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് സ്വർഗീയ പിതാവ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ഒത്തിരി വിലയേറിയതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ പ്രിയ യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ മക്കളായിട്ട് സ്വീകരിച്ചു. അതെങ്ങനെയാണ് മക്കളായത്? യേശു ആ പരിശുദ്ധാത്മാവിനെ തന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരെല്ലാവരും ദൈവമക്കളാണ്. അപ്പോൾ നമ്മൾ യേശുവെ കർത്താവേ എന്നിൽ ഭരണമേ, കർത്താവേ എന്ന് പറയുമ്പോൾ കർത്തൃത്വം, ഭരണകർത്താവ് അതാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആ നമ്മളിലുള്ള ആ എല്ലാ കാര്യവും ഏറ്റെടുത്തിട്ടാണ് നമ്മളെ രക്ഷിക്കണേ. അതാണ് പറയുന്നത്, യേശു കർത്താവ് എന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച നാവ് കൊണ്ട് പറയുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞേ. അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം കേട്ടോ. യേശുവെ കർത്താവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പിന്നെയും ഭരണത്തിനിറങ്ങും. എൻ്റെയൊക്കെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ തന്നെ വലിയ ആളാകാൻ നോക്കും. അപ്പോൾ എല്ലാം പ്രശ്നവും തലവേദനയൊക്കെ ആവും. അതങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് സമാധാന സ്വസ്ഥതയിലിരിക്കുക. ക്രമോചിതമായിട്ട് യേശുപ്പൻ നമ്മുടെ ജീവിതത്തിനെ അടുക്കും ചിട്ടിയായിട്ട് സർവ്വ നന്മയിലും നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസിട്ട് കിടക്കാം. ഞാനിപ്പോൾ എപ്പോഴും ഏറ്റവും അധികം ഞാൻ ഹെയർ ലാസിങ് ഒക്കെ ആയിരുന്നു പ്രിഫർ ചെയ്യണേ. ഇപ്പോൾ ഞാൻ എപ്പോഴും കരാട്ടയും പ്രിഫർ ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം ഹെൽത്തിൻ്റെ പ്രോബ്ലം ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെയല്ല, എല്ലാവർക്കും ഡ്രൈനെസ്. പണ്ടത്തെ പോലെ എത്ര പേർക്ക് മുഖക്കുരു തന്നെയുണ്ടെന്ന് ഓർത്ത് നോക്കും. ഇന്നത്തെ കാലത്തിൽ ഇങ്ങനെ സ്കിന്ന് ഒഴുകണതോ അങ്ങനെയൊക്കെ ദൂരം കുറഞ്ഞു. മറ്റേ മുഖക്കുരുവിൻ്റെ ഡ്രൈനെസ്സാണ് മൊത്തം ശരീരത്തിൽ എല്ലാവർക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒത്തിരി കെമിക്കൽസ്, അമോണിയ അങ്ങനത്തെ കെമിക്കൽസ് ചെല്ലുമ്പോൾ നമ്മൾ എപ്പോൾ മുഖത്ത് ബ്ലീച്ച് ഇടുമ്പോൾ നമ്മൾ വെളുക്കണേ എന്താ? നമ്മുടെ മുഖത്ത് എണ്ണ തേച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്ത് നോക്കിയേ, നമുക്ക് കറുപ്പായിരിക്കും. അതുപോലെ തന്നെ
ബ്ലീച്ച് ഇട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ എണ്ണമയം വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കളർ കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കൊള്ളൂല, ഡ്രൈനെസ് ആയിട്ട് വരും. അപ്പോൾ ഡ്രൈനെസ് നമ്മുടെ ഉള്ളിലും ഒക്കെ വരുമ്പോഴാണ് മുടിയും ഡ്രൈ ആയി പൊട്ടണത്, സ്കിന്ന് മൊത്തം പ്രശ്നം. അത് നമ്മുടെ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇലക്കറിയില്ല, പച്ചച്ചീര, അത് തിന്നാൽ നന്നായിട്ട് മുടി ഉണ്ടാവില്ല. നമുക്കടെ ഡ്രൈനെസ്സിന് നല്ലതല്ലോ. എനിക്ക് ഭയങ്കര ഡ്രൈനെസ്, കണ്ണുനീര് കുറവ്, ഉമ്മനീര് കുറവല്ല. അപ്പോൾ ഗുളിക കണ്ടിട്ട് അപ്പോൾ ഞാൻ ആ പച്ചച്ചീര അതിലേക്ക് ഇച്ചിരി മുട്ടയൊക്കെ പൊടിച്ച് തിന്നു. എനിക്ക് ഇന്നലെ വെള്ളം കുടിക്കണമെന്ന് പോലും ഇല്ലായിരുന്നു. ദാഹമൊക്കെ ആ വരൾച്ചയൊക്കെ അങ്ങ് കുറഞ്ഞ പോലെ. അപ്പം നമ്മുടെ ഉള്ളിലത്തെ ആ ഡ്രൈനെസ്സിന് ഭയങ്കര ചേഞ്ച് വന്നു. അപ്പം നമ്മൾ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല ജ്യൂസുകൾ ഉണ്ടാക്കി, വേനൽക്കാലത്ത് ജ്യൂസുകൾ ഉണ്ടാക്കി കഴിക്കുക. നല്ല ഇലക്കറി എപ്പോഴും നമുക്കുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഉള്ളിൽ മോയ്സ്ചറൈസിങ് ആയാലും നമുക്കുടെ സ്കിന്ന്, കണ്ണ്, തലമുടി എല്ലാം തിളങ്ങും, നമുക്ക് സൗന്ദര്യം കൂടും. അപ്പം കാര്യം ഇപ്പം പച്ചച്ചീര അതൊക്കെ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് പൊരിച്ച് തിന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാനത് കാരണം ഇപ്പം എല്ലാവരുടെ മുടി പൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കണ കാരണം ഡ്രൈനെസ് ഉള്ള കാരണം പിന്നെയും കെമിക്കലുള്ള സംഭവം ഹെയർ ലാക്സിങ്ങും പെർമനൻറ്റ് ബ്ലോ ഡ്രൈയും സ്മൂത്തനിങ്ങും ഒക്കെ ഇച്ചിരി കെമിക്കലുണ്ടല്ലോ. കെമിക്കൽ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, പേസ്റ്റ് പോലത്തെ കെമിക്കൽ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ. ഇനിയിപ്പോൾ ഏതെങ്കിലും വീഡിയോ പണ്ടത്തെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോട്ടാ പറഞ്ഞേ. അപ്പോൾ നമ്മൾ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ നോ കെമിക്കലാണ്, അതൊരു കവറിങ്ങാണ്. ഇത് അയൺ ചെയ്ത് മുടിയെ പിടിപ്പിക്കുക. അത് ഓരോ വാഷിനും വാഷ് ഔട്ടായി പോകും. ഇപ്പോൾ എൻ്റെ കരാട്ടിൻ ചെയ്തിട്ട് ഒക്ടോബറിലാണോ സെപ്റ്റംബർ അവസാനമാണോ സെപ്റ്റംബർ അവസാനമാണെന്ന് തോന്നുന്നു കരാട്ടിൻ ചെയ്തത്. ഒക്ടോബറിലാണോ? അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 5 മാസം കഴിഞ്ഞു. എന്നിട്ടും ഒരു കുഴപ്പമില്ല. എനിക്ക് ജൂണിൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുള്ളൂ. ഒരു വർഷത്തിൽ 5-8 മാസം കഴിഞ്ഞിട്ടാണ് 8 മാസം കഴിഞ്ഞിട്ടൊക്കെ കഴിഞ്ഞോണം ചെയ്തത്. അപ്പോൾ 8 മാസമൊക്കെ ആകുമ്പോഴാണ് കരാട്ടിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. മുടി ഇങ്ങനെ ഒഴുകി കിടന്നുകൊണ്ടിരിക്കും. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതിനെച്ചാൽ നമ്മൾ പിന്നെ എണ്ണ തേക്കണില്ല. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ വേണം. മുടിക്ക് സ്പാ അല്ലെങ്കിലും കൊടുക്കണം. പിന്നെ നമ്മൾ എണ്ണയ്ക്ക് പോരാ അല്ലെങ്കിൽ നമ്മൾ സിറമൊക്കെ തേക്കണ്ട്, പക്ഷെ അത് തലയോട്ടിക്ക് പറ്റില്ലോ. അത് സ്പാ മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ മൾട്ടി വിറ്റാമിൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. സിങ്കോവൈറ്റ്, ഇതോട്ട് മുടിയുടെ പേരും വന്നു എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നത്, ബയോട്ടിൻ, അങ്ങനെ നമ്മൾ മാറി കഴിക്കണം കേട്ടോ. സ്ഥിരമായിട്ടൊന്നും കഴിക്കരുത്. ഞാനിന്ന് അയൻഗുളിക കഴിച്ചാൽ നാളെ എല്ലാ വിറ്റാമിൻ്റെയും ഒരു നേരം തന്നെ എനിക്കുണ്ട്. അതെല്ലാം കൂടെ മേടിച്ചേക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കുക. അതാണ് എനിക്ക് തടി കുറയില്ലാത്ത. അധികം തീറ്റ തിന്നണില്ല, തിന്നാറുണ്ട്. കശുവണ്ടിയൊക്കെ മേടിച്ച് വെച്ചിട്ടേ ഒരു കൂടത്തിൽ ഇടിക്കതീട്ട് തിന്നും. കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. യേശപ്പൻ എന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇപ്പോൾ ഒരു സുഖേട് കയറിയേക്കും ബ്രെഡും ബട്ടറും എല്ലാവരും തിന്നും. ഒരു കൂട് ബട്ടറും പറ്റി ഒറ്റയടിക്ക് തിന്നണേ. എൻ്റെ യേശപ്പൻ്റെ കൃപയാൽ ഇതുവരെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊന്നും ഇല്ല. അങ്ങനെ അതെന്നാ വെച്ചാൽ ഞാൻ ഗ്യാപ്പ് വരും. ഒരിക്കൽ രാവിലെ വീട്ടിൽ നിന്ന് വന്നാൽ പിന്നെ വൈകിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കാരണം എനിക്ക് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും പിടിക്കാത്ത യേശുവിൻ്റെ കൃപയാൽ എൻ്റെ പിതാവേ സ്തോത്രം. അപ്പോൾ ഹെൽത്ത് ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിയണം. പിന്നെ മുടി ചെയ്യാൻ ഒരു മാസമൊക്കെ മുമ്പ്, 2 മാസം മുമ്പായാലും കുഴപ്പമില്ല. മുടി ചെയ്ത് നേരത്തെ ചെയ്യണതാണ് ഭംഗി കൂടുതൽ. അതാണ് ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് എല്ലാവർക്കും കുഴപ്പമില്ല കേട്ടോ. എനിക്കിങ്ങനെ തല ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക, ഇച്ചിരി ഒട്ടൽ വരും. പക്ഷേ ഇവിടെ എല്ലാവരുടെയും ചെയ്യുമ്പോൾ ഒരു ഒട്ടലുമില്ല, ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കും. ഞാനോർക്കും എൻ്റെ തലയ്ക്ക് മാത്രം ഇങ്ങനെ. ഇപ്പോൾ നിറച്ച് മുടിയുള്ള കാരണം, മുടിയില്ലെങ്കിൽ എനിക്കിത്ര യേശപ്പൻ അതനുസരിച്ചേക്ക് മുടി തന്ന് ആ ഡിഫക്റ്റൊക്കെ മാറ്റിയേക്കണേ. സിസേറിയൻ പിള്ളേരുടെയൊക്കെ തല നല്ല ഷേപ്പല്ലേ. പിന്നെ അപ്പോൾ മുടിയൊക്കെ ചെയ്യാനുള്ളവർ ഇപ്പോൾ ഈ വെയിലത്തുണ്ടല്ലോ ടാനിങ്ങിൻ്റെ അതിൻ്റെ പാക്കുണ്ട്. അത് ഫേഷ്യൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒത്തിരി ഡള്ളായിട്ട് പോകും. അത് കരിമങ്ങല്, ബ്രൗൺ സ്പോട്ടുകളൊക്കെ വന്ന് ഒത്തിരി ചീത്തയാകും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ എൻ്റെ കസിനൊക്കെ ചോദിച്ചു, ഞാനിപ്പോൾ ഭയങ്കര ഓട്ടാലോ, മറ്റെപ്പോഴും ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്ന, അപ്പോൾ ഇപ്പോൾ എന്നെ സ്കിന്നൊന്നും ശ്രദ്ധിക്കണില്ലേന്ന്. അപ്പം നമ്മൾ എപ്പോഴും സ്കിൻ ശ്രദ്ധിക്കണം, ഫേഷ്യലുകൾ. പിന്നെ മുടി സ്പാ. ഈ മുടി വേനക്കാട്ടോ വളർന്നത്, ഏറ്റവും വളർന്ന വേനക്ക. അപ്പോൾ മുടി സ്പാ ചെയ്യുക, മുടി ട്രീറ്റ്മെൻറ്റിന് വരിക, ഫേഷ്യലുകൾ വരിക, എല്ലാം ചെയ്യാൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി വീഡിയോസ് കാണാം. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്, ചിരിക്കണ വേറൊന്നുമല്ല. ഈ മോക്ക് വൈറ്റ് ഹെയർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോള് കുഞ്ഞല്ലേ, മോക്ക് പ്രായമില്ലോ,
D3 കുറവായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ D3 കുറവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു D3 കുറവായിരിക്കും, ഒരു വിറ്റാമിനും കാണുമെന്ന് പറഞ്ഞേ. അപ്പം ആ ശക്തി പറഞ്ഞു എനിക്ക് പ്രായമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 30 അല്ലേ ഉള്ളൂ, കണ്ടിട്ട് എന്നായാലും 30 ഉള്ളൂ. ആ 30 അപ്പം മോളെ 30ക്ക് പ്രായമെന്ന് പറയല്ലേ, അത് കൗമാരമായിട്ടുണ്ട്. ഞാനൊക്കെ യൗവനാന്ന് പറഞ്ഞോടെ നടക്കണ യേശപ്പാ സ്തോത്രം, എൻ്റെ പിതാവേ സ്തോത്രം. അപ്പോൾ ഈ മുടി നല്ല റഫാണ്, പിടിച്ചാൽ ഊരിനുണ്ട്. ഈ D3 കുറവാണെങ്കിൽ ഒരു വിറ്റാമിൻ ശരീരത്തിൽ കാണാൻ ചാൻസ് ഇല്ല. അപ്പം അതൊക്കെ കൊച്ചിനെ പരിഹരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും ഞാൻ പറയും, ഞാൻ പേടിപ്പിക്കണ പോലെ പറയുന്നത്, അത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടാൽ അനുഭവം ഇങ്ങനെ എന്തെങ്കിലും ആശുപത്രി കൂടും, എല്ലാവർക്കും മടിയാലോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനും പോകാനും ഒക്കെ. വെച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ഓർത്തി. അവസാനം അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മുടിയൊക്കെ വൈറ്റ് ഹെയർ വന്ന് പിന്നെ അത് കളർ ചെയ്യാൻ നടക്കണം, എന്തെല്ലാം കാശ നഷ്ടം. ആദ്യമേ ആ D3യുടെ ഗുളിക കഴിച്ചെങ്കിൽ ഇനി ആയാലും ഈ കൊച്ചിനെ കംപ്ലീറ്റ് ബ്ലാക്ക് ഹെയർ വരും. കാരണം എന്ന് വെച്ചാൽ ഒരു 50 കഴിഞ്ഞവർക്ക് ഈ വൈറ്റ് ഹെയർ പിന്നെ വിറ്റാമിൻ കഴിച്ചാൽ ബ്ലാക്ക് ആകാണ്ടിരിക്കുള്ളൂ. ഈ കൊച്ചിന് ഇനി ആയാലും ഇത് ഫുൾ ബ്ലാക്ക് ആകാനാണ് ചാൻസ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. വിറ്റാമിൻ ഇതൊക്കെ മാറുമ്പോൾ ഈ പിന്നെ നരച്ചിട്ട് പിന്നെ പ്രഗ്നൻസി കഴിയുമ്പോൾ എല്ലാം ബ്ലാക്ക് ആകണ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാം ഫോളിക് ആസിഡ് എല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് കാൽസ്യം മുതലെല്ലാം കഴിക്കുമല്ലേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് കരാട്ടിനാണ് ചെയ്യുന്നത്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ, തീരെ ലോ ക്ലാസ് കരാട്ടിനുണ്ട്. നമ്മൾ അടിച്ചു നോക്കിക്കോ നിങ്ങൾ ഇതിൽ ഗൂഗിളിലൊക്കെ ഇത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ നമ്മൾ ചെയ്യുന്ന ഏറ്റവും അപ്ഡേറ്റും ഭയങ്കര കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ കാശ് കോസ്റ്റ്ലി മാത്രമല്ല, അതനുസരിച്ച് ഗുണമുള്ള സൂപ്പർ സംഭവമാണ് നമ്മൾ ചെയ്യണേ. തലയിൽ ചെയ്യുമ്പോൾ ബ്രാൻഡഡും അടിപൊളി സംഭവം ചെയ്തില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് വരും. തലയും സ്കിന്നും പല്ല് എന്തും നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നതിൽ നല്ല ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ഗുണം കാണും. ഗുണം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഓരോരുത്തർക്ക് ക്രീം തേച്ചിട്ട് അലർജി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ബ്രാൻഡഡ് കമ്പനിയായിട്ട് യൂസ് ചെയ്യാനുള്ള ചുണ്ടയിലൊക്കെ എന്നും ഇടുവാണ് എല്ലാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് നമ്മൾ കരാട്ടിൻ ബയോടാനിസ ചെയ്തേക്കണേ. ഇപ്പോൾ കണ്ടോ, ആദ്യം കണ്ടായിരുന്നോ മുടി ഇതിങ്ങനെ തൊട്ടാതെ ഒഴുകും. ഇത് കണ്ടോ, ഇങ്ങനെ ഭയങ്കര റഫായിരുന്നു, ഭയങ്കര ഡ്രൈ ആയിട്ട്. അത് ഈ മോക്ക് ഇപ്പം പുറകെ നോക്കിയിട്ട് എത്രയുണ്ട്, 17 US ഒതുക്കൂലേ. മുഖം കണ്ടാൽ അങ്ങനെ കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ 3 പിള്ളേർ, ഞാൻ പറയും മോള് കുഞ്ഞായിരിക്കുമ്പോൾ ഇപ്പം മുടിയൊക്കെ വൈറ്റ് 3 പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ പ്രായമില്ല അധികം. പക്ഷേ മുഖം കണ്ടാലും ശരീരം കണ്ടാലും പ്രായം കേട്ടോ. ആശാദിക്കാൻ വണ്ണയില്ലാത്ത എന്ത് ഭാഗ്യല്ലേ. ഇങ്ങനെ കൊച്ചു കൊച്ചായിട്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഈ മുടിയും കൂടെ കളർ ചെയ്താൽ വലിയൊരു കല്യാണം ആലോചിച്ചു. ഫേസ് ഒത്തിരി ക്യൂട്ടാണ്, പ്രായം തോന്നിയില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഈ മോക്കടെ മുടി കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചു, പണ്ട് തിക്നസ്സിലാണ് എൻ്റെ മുടി പോലെ. ഒരു മുടിക്ക് 7 മുടിയുടെ കട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മുടിക്ക് അങ്ങനെയാണ് 7 മുടിയുടെ കട്ടി പോലത്തെ. അങ്ങനെയാണ്, ഭയങ്കര സമയം എടുത്തു. ഇങ്ങനെ ഭയങ്കര കട്ടിയാണ്. അങ്ങനത്തെ മുടി മൊത്തം ഡ്രൈ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡ്രൈ ഹെയറും ഡ്രൈ സ്കിന്നും ഒക്കെയാണ്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് എൻ്റെയൊക്കെ ഇങ്ങനെ ഒഴുകിച്ചാടി ഇങ്ങനെ ട്രീറ്റ് ചെയ്തേ. ഇതിങ്ങനെ തൊടുമ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഹെയർ ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ നമ്മൾ എല്ലാ വർഷവും അറിയാണ്ട് ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് ആരെങ്കിലും തുണി അല്ലാണ്ട് കഴുകും. എൻ്റെ അമ്മ വാഷിംഗ് മെഷീൻ വന്നേ പിന്നെ നമ്മുടെ ജീവിതമൊക്കെ എന്ത് മറിഞ്ഞൂല മിക്സി വാഷിംഗ് മെഷീൻ അങ്ങനെ അതുപോലെ തന്നെയാണ്. ഹെയർ മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരിടത്ത് പുറത്തിറങ്ങാണ്ട് ആർക്കും പറ്റില്ല, അവരൊക്കെ ജോലിക്കാരാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ മുടി മേക്കപ്പും ആ ഹെയർ ശരിയാക്കി എടുക്കുക എന്നുള്ളതും ഈ 3 പിള്ളേരും ഇതുമൊക്കെ ഇങ്ങനെ കൂടി അതൊക്കെ ഒത്തിരി അനുഗ്രഹം ഈ ഹെയർ ഇങ്ങനെ ചെയ്ത് കിട്ടുക എന്നുള്ളത്. ഈ മോക്കടെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വന്ന നല്ല മുടിയൊക്കെ കുഞ്ഞു കൊച്ച യേശുവിൻ്റെ ഒക്കെ നല്ല മുടിയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഈ മുടി കിടക്കുമ്പോൾ വല്ല ഭംഗിയുണ്ടോ? ഈ മുടിയിൽ നമുക്ക് ഒന്ന് സ്റ്റൈലാക്കണ്ടേ, സ്റ്റൈൽ. അപ്പോൾ അതോടുകൂടി നമ്മളിങ്ങനെ ആൾ മാറിയപോലെയാകും. 90% നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ മേക്ക് ഓവറിൻ്റെ ഒരു മെയിൻ ഘടകമാണ് മുടി. അപ്പോൾ നമുക്ക് അത് അതിമനോഹരമാകുന്ന കാഴ്ച യേശുവിൻ്റെ കൃപയാൽ കാണാൻ ഒരു 4 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ്
ഞാൻ അന്നേരം പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിന് വെല്ലണ പോലെ ആകുന്ന നല്ല തിക്ക് ഹെയറാ, ഭയങ്കര മുടിക്ക് കട്ടിയുള്ള, പക്ഷെ ഭയങ്കര ഡ്രൈ, കുഞ്ഞി കൊച്ചു, പ്രായം കുറവാണ്. അപ്പം നമ്മൾ ഓർക്കുക പണ്ടൊക്കെ ഒരു 30 വയസ്സ് വരെ നമുക്കത് മുടി തിളങ്ങുമായിരുന്നു, മുടിയും കണ്ണും ഒക്കെ തിളങ്ങുമായിരുന്നു. നമ്മുടെ ഹെൽത്തിൻ്റെ പ്രതീകമാണ്. മുടി ഡ്രൈ ആയി പൊട്ടുമ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. വെള്ളമാണ്, കാറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലത്തെ ഇതാണ് കാണിക്കുന്നത്. ഉള്ളിൽ മോയ്സ്ചറൈസിങ് ആക്കുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. മുടിയൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് ഇന്നും കളറൊക്കെ ചെയ്ത് കാശെല്ലാം പോകുന്നതറിയാം. പിന്നെ എന്തെല്ലാം പല്ലൊക്കെ കംപ്ലൈൻറ്റ് വന്ന് പോയി എൻ്റെ. അന്നത്തെ കാലത്ത് ബോധമില്ല. വിറ്റാമിൻ ഈ കൊറോണ കാലം വന്ന പിന്നല്ലേ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ ഇങ്ങനെയൊക്കെയുണ്ട്. വാട്സപ്പിൽ ഓരോന്നൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ കൊച്ചിന് എന്ത് സുഖം. ഇനി ഞാൻ പറയുന്നത് ഒരു 5-8 മാസം ഒരു ഇങ്ങനെ മുടി ഒഴുകി കിടക്കും. ഇതേ കുറേ പണം തൊട്ട് കുറേ സമയം എടുത്ത് ഇതിനെ ഈ രൂപമാക്കാൻ. അപ്പടി ആദ്യം കണ്ട ഫോട്ടോയിൽ ഒരു വെട്ടാൻ വേണ്ടി മുടി ആദ്യത്തെ വീഡിയോയിൽ കൊച്ചിൻ്റെ മുടി നനച്ചു വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾക്ക് എണ്ണമല്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫ്രസിയായിട്ട് പൊട്ടിയിരിക്കണ മുടിയാണ്. യേശുവിൻ്റെ കൃപയാൽ അതിനെ അപ്പടി ഒതുക്കിയെടുത്തു. സാധാരണ നമ്മൾ ചില വോളിയം തോന്നുന്നത് ഇത് ഒതുക്കിയതാ പൊട്ടൽ മാറാൻ. അപ്പോൾ ഇതേ കൊച്ചിനൊരു നാച്ചുറൽ ലുക്കിൽ കേളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചിന് ഹെയർ റിലാക്സിങ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമായത് കണ്ടോ. ഉള്ളൊക്കെ വേണ്ടതുണ്ടായിരുന്നു കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ കണ്ടോ അതിമനോഹരമായില്ലേ നോക്കിക്കേ. ഇപ്പോൾ നല്ല സോഫ്റ്റുമായി, നല്ല ഗ്ലോയുമായി. അപ്പം ഇഷ്ടപ്പെട്ട മോളെ? കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കൊച്ചിനി ഇത് നമ്മൾ ചെയ്തതിൻ്റെ സുഖം വാഷിംഗ് മെഷീൻ മേടിച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും തുണി കഴുകാൻ പോവോ? അതുപോലെയാണ്. വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ ഈ സുഖം കണ്ടുപിടിച്ചാൽ പിന്നെ മുടി നമുക്കിത് ചെയ്യാണ്ട് പറ്റില്ല. കാരണം മുടി പറക്കി ഒരു ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതെന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് കുലുക്കി ഞാനത് ചെയ്യാറേ ഇല്ലത്. ഇങ്ങനെയൊക്കെ കാണിച്ച് എൻ്റെ മുടി ഹെയർ സ്റ്റൈൽ ഓക്കെ ചെയ്ത് ഇങ്ങനെ ഒരു തള്ളോടെ കൊടുത്താൽ മതി. ഇങ്ങനെ ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഹെയർ മേക്കോർ എന്ന് പറഞ്ഞിട്ട് 90% മേക്കപ്പായി. ഒരു ഡ്രസ്സ് കൊടുത്തിട്ടു, ഒരു മോയ്സ്ചറൈസിങ് ഇട്ട്, ഒരു ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പായി. സിമ്പിളായി നടക്കുകയും ചെയ്യാം, അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായിട്ട് ചെയ്തു തരാം. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ചെയ്യുള്ളൂ. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ രണ്ടാമത് അടിക്കാൻ വരുമ്പോൾ ഇത് സോഫ്റ്റ് ആകണത് കൂടാണ്ട് പനങ്കല പോലെ ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കേൾക്കുകയും ചെയ്യണേ. അപ്പം എല്ലാവരും നിരനിരയായിട്ട് വേഗം പോലെ. ഈ മോളെ ഹെയർ മേക്കോറിന് വന്നാണേ. ഈ മുടി ഇത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈക്ക് അല്ലാതെ ആശാക്ക് ഒറ്റ ചുളു പോലും വേണ്ട, സ്ട്രെയിറ്റ് ആകണം എന്ന് ആഗ്രഹം. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഹെയർ റിലാക്സിങ് ആണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാം കേട്ടോ. ഈ കേളൊക്കെ നിവർന്ന് സ്ട്രെയിറ്റ് ആണ്. ശരിക്കും കേളുള്ളവർക്ക് നിവരണം, നിവർന്നവർക്ക് കേളാകണം. കേള് ഇവിടെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈക്ക് വരുന്നവർക്ക് ഒരു ചുളു പോലും ഇല്ലാത്തവർക്ക് ചുളു കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഇങ്ങനത്തെ മുടി കുറച്ചൊക്കെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ കിട്ടും, ലെയറൊക്കെ വെട്ടിയിട്ട് ചെയ്താൽ. അപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈക്കാർ ഇങ്ങനത്തെ മുടിക്കാർക്ക് കുറച്ച് ലെയർ ഇതൊക്കെ കിട്ടും. ഈ കൊച്ചിനിപ്പോൾ ഹെയർ റിലാക്സിങ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ വെയിറ്റ് ചെയ്യുക 4 മണിക്കൂർ ഈ അതിമനോഹരാകുന്ന കാഴ്ച കാണാം. ഈ മുടിയുടെ രൂപം എന്ന് പറയാൻ നമ്മൾ എന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പോൾ നമുക്ക് കഴിയുമ്പോഴാണ് പൊട്ടലോ ചീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ പറയാം കേട്ടോ. യേശുവിനെ സ്തോത്രം കഴിയൊക്കെ കാണട്ടെ. ശരി എന്നാൽ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ. ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണ പോലെ ആവുന്ന. എന്താ ഭംഗി! ഇത് കണ്ടാൽ നാച്ചുറൽ ഹെയർ ആണെന്നല്ലേ തോന്നുള്ളൂ. ശരിക്കും ട്രീറ്റഡ് ഹെയർ ആണെന്ന് തോന്നുന്നു ഇല്ല. നമ്മൾ പറഞ്ഞറിയിച്ചാൽ അറിയുള്ളൂ. പിന്നെ നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം ചെറിയ കേളി ഹെയർ ആണ്. അടിപൊളി മുടി, സൂപ്പർ. മുഖം കാണിക്കില്ല, അല്ലെങ്കിൽ ആ ചേഞ്ച് അറിയാം ഹെയർ മേക്ക് ഓവറിൻ്റെ. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഒട്ടിയിരിക്കും. നമ്മളെപ്പോഴും ഹെയർ ഫങ്ഷനേക്കാളും ഒരാഴ്ചക്ക് മുമ്പ് ചെയ്താൽ നല്ലതാണോ. 2 ആഴ്ച മുമ്പ് ചെയ്താലും കുഴപ്പമില്ല. കാലാവസ്ഥയെക്കാളൊക്കെ നല്ലതാണ്. ഇച്ചിരി നേരത്തെ ചെയ്ത് കഴുക്കൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ പൊങ്ങുമൊക്കെ ചെയ്തോളൂ ഇച്ചിരി. അപ്പോൾ ഒരാഴ്ച മുമ്പൊക്കെ എങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇനിയിപ്പോൾ പറ്റില്ലാത്ത സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കുഴപ്പമില്ല. ഈ കൊച്ചിനെ പള്ളിപ്പെരുന്നാളെന്നല്ലേ, എല്ലാവർക്കും പള്ളിപ്പെരുന്നാളല്ലോ. എനിക്ക് വയ്യ. ഭംഗിയിലെ കഴുകിയിട്ടൊന്ന് ചീഞ്ഞ് പോലുണ്ടല്ലോ കേട്ടോ. ഇപ്പം കഴുകിയിട്ട് ഡ്രയർ വെച്ച് ഉണക്കിയുള്ളേ. ഇഷ്ടപ്പെട്ട മോളെ?
അടിപൊളി എന്നാട്ടോ പറഞ്ഞത്. അങ്ങോട്ട് നോക്കി പറഞ്ഞല്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ വിറ്റാമിൻ ഗുളി കഴിക്കണം, D3 ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ വെച്ച് D3 ടെസ്റ്റ് ചെയ്യുമ്പോൾ 3.7 3 ഓർത്തു എന്താ അപകടത്തിൻ്റെ നിലയിട്ട് എത്തുന്നത്. മുടിയൊക്കെ വൈറ്റ് ഹെയർ വന്ന് അതൊക്കെ മാർക്കുള്ളൂ കേട്ടോ. വിറ്റാമിൻ ചിലവ് മാറി. മോക്കടെ അനിയത്തി പണ്ട് ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് ഹെയർ കൊച്ചു 17 വയസ്സൊക്കെ ഉള്ളപ്പോഴെന്ന് തോന്നുന്നു. ഹെയർ അപ്പടി നരച്ചിട്ട് മൈലാഞ്ചി ഇട്ടൊരു ചുമന്ന ഒരു പ്രത്യേക മോച്ചായി, ഭയങ്കര സുന്ദരി കൊച്ചായിരുന്നു. അപ്പം കളർ ചെയ്യണമെന്ന് പറഞ്ഞ് കെണ്ണ ചെയ്യാനാണ് കളർ ചെയ്യണം. അപ്പം ഞങ്ങൾ പറഞ്ഞു ബ്ലാക്ക് കളർ ചെയ്യാൻ ലോറിയലിൻ്റെ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കളർ ചെയ്തു. കളർ ചെയ്തിട്ട് കൊച്ചു കണ്ണാടിയുടെ മുമ്പിൽ ഇത് മാറിലായിരുന്നു. ഭയങ്കര രസമാണ് കാണാൻ. മറ്റേ ഹെയറിൽ ഇങ്ങനെ എല്ലാവരും ചോദിക്കൂലേ എന്താ. പിന്നെ അത് എപ്പോഴും വരുമായിരുന്നു കേട്ടോ. ഇപ്പം ഈ മോള് വന്നപ്പോൾ ഞാൻ നാളെ വന്നപ്പോൾ ഈ മോളോട് ചോദിച്ചാൽ ആ മോളിപ്പോൾ എന്താ എടുക്കണേ, ഇപ്പം ഹെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലോ എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി, ആ വിറ്റാമിൻ ഗുളിയൊക്കെ ചെയ്ത ഡെലിവറി കഴിഞ്ഞ് പിന്നെ നരച്ചിട്ടില്ല. അല്ലേപ്പം ഒറ്റ ഹെയർ നരച്ചില്ല, എല്ലാം ബ്ലാക്ക് ആയി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ഈ നരയുടെ പ്രോബ്ലം ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പം 2ാമത് പ്രഗ്നൻ്റാന്ന് പറഞ്ഞത്. ആ കൊച്ചിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇപ്പം ഹെയറിനൊന്നും. അപ്പോൾ വലിയ മഹാത്ഭുതം. കാരണം നിങ്ങളത് കാണാത്ത ഫുൾ വൈറ്റ് ഹെയർ ആയിരുന്നല്ലേ ഇപ്പം, ഫുള്ള് തന്നെ. അപ്പോൾ ഇപ്പം അത് അപ്പടിയും മാറി. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. വിറ്റാമിൻ എപ്പോഴും പറയാം, നമ്മുടെ ഹെൽത്ത് ഒരു വലിയ അസറ്റാട്ടോ. ഹെൽത്ത് നോക്കുക. അപ്പോൾ മുടിയൊക്കെ ചെയ്യാൻ വേഗം വന്നേരെ. ശരി. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. ഈ മുടി എൻ്റെ മുഖം കാണിക്കരുത്, തിരിച്ചു നിർത്തിയിട്ട് എന്ത് വേണേലും പറഞ്ഞു. മുടിയിലെ കുറ്റം പറയണയല്ല, മുടിക്ക് പൊട്ടലുണ്ട്. കളർ ചെയ്യണ മുടിയാണ്. പൊട്ടലും ചീറ്റിലും അത് ഇല്ലാത്ത ആരൊക്കെ ഉള്ള അതൊരു കുറ്റമല്ല. ഇപ്പം എന്നോടെല്ലാവരും തടി കൂടിയെന്ന് പറയും. അപ്പം ഞാനത് എനിക്ക് മനസ്സിലായി. എല്ലാവരും പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ ഗർഭം കഴിച്ചു 5 കിലോ ഉള്ളു. ഇപ്പം എല്ലാവരും പറയുക മുഖമൊക്കെ ഭയങ്കര വൃത്തികേടായി ഇങ്ങനെയായി. അപ്പം ഞാൻ പയ്യെ 2 നേരം കഴിച്ചത് 1 നേരമാക്കി. ഗുഡായിട്ട് എടുത്താൽ മതി. നമ്മളൊരിക്കലും ആരെയും കളിയാക്കി പറഞ്ഞല്ല. നമ്മളോട് അങ്ങനെ ആൾക്കാർ സ്നേഹത്തോടു കൂടി പറഞ്ഞു. അപ്പം നമ്മളത് സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മുടി ഇനി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യണം. അതെന്നു വെച്ചാൽ ഈ കൊച്ചിന് പണ്ട് D3 കുറഞ്ഞാന്നല്ല പറഞ്ഞേ. ഇപ്പോഴാണ് കറക്റ്റ് D3 കുറയുമ്പോഴായിരുന്നു. അത് ഈ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. D3 അങ്ങ് കുറയുമ്പോൾ എല്ലാ പ്രോബ്ലം വരും. പെട്ടെന്ന് പിന്നെ കറക്റ്റ് ആയാൽ ഇനി അതിൻ്റെ ആരോഗ്യസ്ഥിതിയിട്ട് വരണ്ടേ. ഇതാ കുറഞ്ഞപ്പോഴുള്ള മുടിയാണ്, അത് പൊളിച്ചിരിക്കുമല്ലേ. ഇനി ഹെൽത്തി മുടി വന്നോളൂ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ പനങ്കുലയാകും ഭാവിയിൽ. ഇപ്പോൾ അതിമനോഹരാകുന്ന കാഴ്ചയാണ്. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്ത് അടുത്ത വർഷം വരുമ്പോൾ പനങ്കുല കാണാൻ പറ്റും. തലേന്ന് കിളുത്ത് വരുന്നത് അത് താഴെ ഒരു എത്തുമ്പോൾ കേട്ടോ. എല്ലാം പറഞ്ഞ പോലെ വിറ്റാമിൻ ഗുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് എങ്ങനെ മുടി ഉണ്ടാകുന്ന അവസ്ഥയായിട്ട് എത്തും. ഒന്നും പേടിക്കണ്ട. അപ്പോൾ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്കോർ കഴിഞ്ഞ് കരാട്ടിൻ ബയോട്ടാനിക്സ് ആട്ടോ ചെയ്തേ. മുടിയെല്ലാം പൊട്ടിയതൊക്കെ ഇങ്ങനെ കവറിങ് ആട്ടോ. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കവറിങ്ങാ. അതെല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട്. ഫ്രണ്ട് ഇപ്പോൾ കാണുന്നില്ലോ, പറയണ്ടല്ലോ. ഫ്രണ്ട് ആശാത്തിക്ക് ഒട്ടറെ ഇഷ്ടമല്ല. അപ്പോൾ ഇത് കേട്ടോ, അതിമനോഹരമായ കാഴ്ച യേശുവിൻ്റെ കൃപയാൽ. ഇപ്പോൾ മുടി ആവശ്യത്തിന് മുടിയുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഭയങ്കര മുടിയുണ്ടായിരുന്ന കൊച്ചായിരുന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ ആ പ്രത്യാശയിൽ തന്നെ എനിക്ക് അതുപോലെ തന്നെ മുടി ഉണ്ടായിക്കോളും. ആ ഭയങ്കര മുടി തന്നെ ഉണ്ടാകും. വിറ്റാമിനും എല്ലാം ഒക്കെ കറക്റ്റ് ആകുമ്പോൾ ഏതാണ്ടൊക്കെ ഒത്തിരി ഇങ്ങനെ ഇത് അയനൊക്കെ കുറവുള്ള ആളാണ്. പക്ഷെ എനിക്കിതൊക്കെ കുറവായിരുന്നു കേട്ടോ. പക്ഷേ യേശുവിൻ്റെ മുടി ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി കംപ്ലൈൻറ്റ് പല്ലിനൊക്കെ വന്നു, വൈറ്റ് ഹെയർ നേരത്തെ വന്നു. ഇതാ D3 ഒക്കെ കുറവുള്ള കുഴപ്പം. എൻ്റെ മുടിക്ക് ഭയങ്കര കനമുണ്ട്. ഇതൊക്കെ എന്നെ കളിയാക്കവർ അപ്പൂപ്പന്താടി എന്നൊക്കെ പറയില്ല, കൂടമുടി എന്നൊക്കെ ഞാൻ പറയാറില്ലേ. അത് ഇവിടുത്തെ ഭാഷയാട്ടോ. കൂടമുടി പോലത്തെ മുടിയാണ്. ഈ ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കനയില്ലാത്ത മുടി. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പം എന്താ പറയുക, നിങ്ങളെ കേട്ടില്ലോ. അപ്പോൾ ശരി എന്താ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്കോറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല. ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണി ഒപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല
ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും, അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്നാണ് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ് അതല്ലേ ഇതിൻ്റെ പേര്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടെ ഈ പറഞ്ഞേ. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്, ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണേ ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെയാണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നല്ലേ കിട്ടിയത്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിൽ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. ഇത് നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇത് ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയതിറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ പറഞ്ഞു പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷേ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കിടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയിടത്ത്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ അറിയുന്നില്ല എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോരെ. ശരി.